ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് ഫ്രം സെബി. ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഒമാൻ എംഒയ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒമാൻ എംഒയ്സിനെ അപ്പിയർ ചെയ്യുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ പേജ് കൊണ്ട് ഉപകാരം ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉപകാരം ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ഒരാളാണെങ്കിൽ യൂട്യൂബിലും സെയിം വീഡിയോ സെയിം ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ലിങ്ക്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലുണ്ട് എനിക്ക്, അതിലാണ് നമ്മൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ചാറ്റ് ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് നേരെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോ ഒന്ന് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഏതൊക്കെ ഫീൽഡിലുള്ളവർക്കാണ് ഇതിനെ അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്? BSc, GNM, പോസ്റ്റ് BSc, MSW, ഈ 4 സെക്ഷനിലുള്ളവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏജ് ലിമിറ്റ് ഉണ്ട്, അപ് ടു 45 ആണ് പറയുന്നത്. മെയിലിനും ഫീമെയിലിനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്, 2 കാറ്റഗറിക്ക് ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GNM ആണെങ്കിൽ നിങ്ങൾക്ക് 5 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്, അതും ലേബർ റൂമിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. മറ്റ് 4 ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി 3 ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ളവർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതായത് പോസ്റ്റ് BSc, BSc, MSW ഇവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇനി ബാക്കിയുള്ളവർക്കുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? എമർജൻസി, ICU, PICU, NICU, OT, മെന്റൽ ഹെൽത്ത്, പിന്നെ ER, പീഡിയാട്രിക്, ICU, പിന്നെ LR. ഓക്കെ, ലേബർ റൂം. ഇത്രയും വേക്കൻസികളൊക്കെ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കിയാലോ? ഈ ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഫാമിലി സ്റ്റാറ്റസ് മാത്രമായിരിക്കും. ഫാമിലി സ്റ്റാറ്റസ് മാത്രമാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ജോയിൻ ചെയ്ത് 3 മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ബാക്കിയുള്ളതെല്ലാം നമ്മൾ തന്നെ നോക്കണം. എന്ന് വെച്ചാൽ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്. അപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളും ബാക്കി എല്ലാ ഫെസിലിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏജൻസിയുമായി ചോദിച്ച് മനസ്സിലാക്കുക. ഏജൻസി ഫീസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാവും. എനിക്ക് തോന്നുന്നു അപ് ടു 6 lakh വരെയൊക്കെ ഏജൻസി ഫീസ് മേടിക്കാനുള്ള ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഒമാനിൽ മാത്രമല്ല ബാക്കി എല്ലാ GCC കൺട്രീസിലും എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടിയിരിക്കുകയാണ്. റൂമുകളുടെ റേറ്റ് കൂടി, റെൻറ്റ് കൂടി, ട്രാൻസ്പോർട്ടേഷൻ്റെ റേറ്റ് മാറി, അതുപോലെ തന്നെ ഫുഡിൻ്റെയും മറ്റു സാധനങ്ങളുടെയൊക്കെ റേറ്റ് മാറി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു സാലറിയിൽ വേണം കാണാനായിട്ട്. 620 ഒമാനി റിയാലാണ് നിങ്ങൾക്ക് സാലറി പറയുന്നത്. അത് ഇന്ത്യൻ മണി 1,50,000 വരുമെങ്കിലും നമ്മുടെ അവിടുത്തെ ചിലവും എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 1 lakh എങ്കിലും സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും മറ്റ് വ്ളോഗേഴ്സും മറ്റു ആൾക്കാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവിടെ നടക്കുന്ന സത്യമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒമാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരറിയേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എന്നിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. വെറുതെ ഓടിപ്പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തൊരു കാര്യമില്ലല്ലോ. നമുക്ക് അവിടെ ചെന്ന് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഫോളോ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വേക്കൻസി ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.